ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് എൻ്റെ ഇവിടെ ഒരു പിമ്പിൾസ് കിട്ടോ ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് വലുതാണ്, നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിലാണ്. ഇന്ന് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ട്, ഒരു അടിപൊളി ഷോപ്പിംഗ്. അടിപൊളി എന്ന് വെച്ചാൽ അസ്മി കൂട്ടനക്ക് സാധനങ്ങൾ എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ അതിന് പോകാണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്രസക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകണം. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ സ്ഥിരം പോവാറുള്ള ലുലു സ്റ്റോർ. അപ്പോൾ അവിടെ പോയി ഞാനൊരു ഇളനീരിൻ്റെ വെള്ളം വാങ്ങി കുടിച്ചിട്ടോ. നല്ല ദാഹമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ എനിക്ക് ഇനി ഇവിടുന്ന് ഒരു കാടമുട്ടൻ്റെ ഒരു പെട്ടി വാങ്ങാനുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് വാങ്ങാനും പിന്നെ പഴം ഞാൻ നോക്കിയിട്ടോ. പഴം എന്താ പറയുക, ഇവിടുന്ന് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ട്, കാരണം ബസ്സിലേറ്റി കൊണ്ടുപോകണേ. അപ്പോൾ ആ കാരണം പിന്നെ ഞാനൊരു കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ, ഒരു അരക്കിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 2 കൊല്ലമായി അലമാറയിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് പൊടി തട്ടിയെടുക്കാൻ വിചാരിച്ച്, അപ്പോൾ അതും എടുത്തു നേരാക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ടൈമുണ്ട്, എന്തായാലും ഒരു 1.5 മണിക്കൂർ സമയമുണ്ട് ബസ്സിന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ശരിയാക്കി. അപ്പോൾ അസ്മിക്കുട്ടനിക്കുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് ഇന്ന് ഫുള്ള് അസ്മിക്കുള്ളതാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അസ്മിക്കുട്ടനിക്ക് മദർസക്ക് ഒരു ബാഗ് വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട നല്ല ഭംഗിയില്ല ടെഡി ബിയറുകൾ ഇങ്ങനെ ഇരിക്കണ കാണാൻ വാങ്ങാനൊരു കൊതി. പക്ഷേ വാങ്ങണം എന്തിനാ, പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ രസമാണല്ലോ, വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാഗൊക്കെ എന്തൊരു ക്യൂട്ടാല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടുന്ന് ബാഗും പിന്നെ നോട്ട് ബുക്കൊക്കെ വാങ്ങി വന്നു. പിന്നെ ഇത് നമ്മളുടെ ബസ് സ്റ്റാൻഡിലുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് എനിക്കൊരു കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അവിടുന്ന് അമൂലിൻ്റെ ഒരു ഫ്രഷ് ക്രീം വാങ്ങി നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ ഇട്ട് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ സ്ഥിരമായിട്ട് പോകണം മക്കാബിയിൽ പോയി. ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങൽ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങി. പിന്നെ ഇനി വാങ്ങാനുള്ളത് എന്താ പറയുക, എനിക്കൊരു ഓർലിക്സിൻ്റെ കുപ്പി വേണം. അപ്പോൾ അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങി. നമ്മളുടെ ഷീൽസിലേൻ്റെ ഒക്കെ എടുത്തുള്ളതാണ് കേട്ടോ ഈ കട. അവിടുന്ന് വാങ്ങി. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ 11:45 ബസ്സിലാണ് കേട്ടോ പോയത്. റെയിൻബോക്ക് വന്നത് 1:40 കേൾക്കേൽപ്പിക്കും. അപ്പോൾ സാധാരണ ഒരു 2:10 ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. അവർ കുറ്റിപ്പുറത്ത് എത്താനും ലേറ്റായി. പിന്നെ നമ്മൾ ഗേറ്റ് ഇടവേം വിട്ടു. അങ്ങനെ ഇപ്പോൾ സമയം 2:20 കുറച്ച് ലേറ്റായി എത്താനും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ അസ്മിക്കുട്ടിക്ക് ബാഗ് ഇതാണ് എടുത്തത്. എന്താവും നല്ല സോഫ്റ്റാണ്. 190 രൂപ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതേപോലെയാണ്. പിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇനി പൊട്ടു പിടിക്ക്. എന്തേ ഞാൻ സ്കൂളിൽ ചെന്ന് യൂണിഫോം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ യൂണിഫോം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കേക്കൊക്കെ കിട്ടി. പിന്നെ കണ്ട യൂണിഫോമിൻ്റെ കളർ ഇതാണ്. എനിക്ക് അസ്മിക്കുട്ടനും ഉണ്ട് കേട്ടോ സഹായത്തിന്. വെറുതെ വന്നത് മാഷുണ്ട്. ഞാൻ കട്ട് ചെയ്യാൻ മാഷ് ഇങ്ങനെ മടക്കിയൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. മറ്റേത് രണ്ടും കൂടി ഒറ്റയ്ക്ക് നടക്കൂല. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഷോപ്പിലാണെങ്കിൽ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.